ഹലോ, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മൾ തോട്ടിൽ നിന്ന് കുറച്ച് മീൻ പിടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചിനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് വാഴൻ്റെ ഇലയിൽ ആക്കിയിട്ട് മത്തൻ്റെ ഇലയിലും കൂട്ടി ചൂടാനാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ചുട്ട് നോക്കാം. ഇത് നല്ല ടേസ്റ്റായിട്ടത്. അവിടുത്തെ മീൻ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ അത് അതിന് മാത്രമൊന്നും കിട്ടിയിട്ടില്ല. കുറേ സമയം ഇരുന്നാലും ഒരു 4-5 എണ്ണമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ മത്തൻ്റെ ഇലയിൽ വെച്ചിട്ടാണ് നമ്മൾ മീൻ ചുടുന്നത്. പൈക്ക് വേണ്ട പൊടികളിട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി കുറച്ച്, മുളക് പൊടി, അപ്പോൾ അതിക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിക്ക് ഒരു വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട്. അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വറ്റൽ മുളകും വെളിച്ചെണ്ണയിലും ഒക്കെ കിടന്ന് നല്ലോണം മിക്സായിട്ടുണ്ട് കേട്ടത്. നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് മത്തൻ്റെ ഒന്നിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കട്ടോ. മത്തൻ്റെ ഇങ്ങനെ നല്ലോണം പൊതിഞ്ഞിട്ട് ഇത് കെട്ടി കൊടുക്കുക. അപ്പോൾ ഒരു മത്തൻ്റെ ഇലയിൽ പറ്റൂല, രണ്ടെണ്ണം എടുക്കണം കേട്ടോ. ഒന്നാകുമ്പോൾ വേഗം പൊട്ടും ചെയ്യും. അത് കണലിലിട്ട് ചുടുമ്പോൾ അത് കരിഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടിയും കെട്ടി കൊടുക്കുക. ഇപ്പോൾ മത്തൻ്റെ ഇല കിട്ടാത്തവർക്ക് വാഴേൻ്റെ ഇലയിലും വെച്ചിട്ട് ഇത് ചൂടാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ചൂടുന്നത്. അപ്പോൾ മത്തൻ്റെ ഇലയിൽ ചുടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മത്തൻ്റെ ഇല ചുടുമ്പോൾ ഈ ഇലയും കൂടിയും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഇതൊക്കെ നല്ല പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഴേൻ്റെ കയറുകൊണ്ട് കെട്ടി കൊടുക്കും. അപ്പോൾ വാഴേൻ്റെ കയറെടുക്കുമ്പോൾ നല്ല ഉണങ്ങാത്തെടുക്കണം. ഒരു ഏകദേശം ഇങ്ങനെ ഈ ടൈപ്പിലുള്ള ഇങ്ങനെ ഈ പഴുത്ത പോലത്തെ എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ കണലിലിടുമ്പോൾ അത് കരിഞ്ഞു പോകാതൊക്കെ. അല്ലെങ്കിൽ ഉണങ്ങിയ കയറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെ ഇതൊക്കെ കെട്ടഴിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ അതാ ഈ കയറുകൊണ്ട് നല്ലോണം ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കെട്ടി കൊടുത്തിട്ട് നമുക്ക് കണലിലിട്ടിട്ട് ചുട്ടെടുത്താണ്ടല്ലോ അടിപൊളി സാധനം കേട്ടത്. അപ്പോൾ ഒരു 2-3 കയറുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ അഴിഞ്ഞു പോവും. ഇതിനെ സേഫ്റ്റി വരുത്തണ്ട നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തൻ്റെ ഇലയിൽ മീനൊക്കെ പൊതിഞ്ഞ് കെട്ടി നല്ല റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കണലിലിട്ടിട്ട് ചുട്ടെടുക്കാൻ പോകാം കേട്ടോ. ഇത് ചുടുമ്പോൾ നല്ല കണൽ വേണം കേട്ടോ, എന്നാലും ഇതൊക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ കണൽ ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് വെന്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തൻ്റെ ചുട്ട മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് ഈ മത്തൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ചൂടാണ്. എന്താ നല്ല ചൂടാട്ടത്. അടിപൊളി വന്നിട്ടുണ്ട്. സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടത്. ഇത് എടുക്കുമ്പോൾ തന്നെ അറിയില്ലേ, അത് കഷ്ണം എടുത്തിട്ട് ഈ മത്തൻ്റെ ഇലയും കൂട്ടി ഇങ്ങനെ മടക്കിയിട്ട് അടിപൊളി കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ?
കരിമോളെ അങ്ങനെ ഇഷ്ടപ്പെട്ടോ? കരിമോളെ കരിമോളെ തിന്ന്. ഇഷ്ടപ്പെട്ടോ? കരിമോളെ അങ്ങനെ ഇഷ്ടപ്പെട്ടോ കനിയെ? ചുട്ട മീനാക്കി അടിപൊളിയായിട്ട്. ഈ വീഡിയോ ആണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കല്ലേ. പിന്നെ അടുത്ത വീഡിയോക്ക് പിന്നെ കാണാം. ടാറ്റാ. നമ്മളെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.